സാനുമാഷ് ഓർമ്മയായി. അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരാൾ കൂടിയാണ് സാനുമാഷ്. സാനുമാഷിനെ കാണാൻ പ്രൊഫസർ ടി ജെ ജോസഫ് എത്തിയിട്ടുണ്ട്. സാനുമാഷിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ പറ്റുക? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഗ്രസ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുരുവര്യനായിരുന്നു സാനുമാഷ്. അദ്ദേഹത്തിന് എന്നോട് പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. നവോദയാഘോഷത്തിൻ്റെയൊക്കെ കാലത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൊക്കെ അദ്ദേഹം എന്നെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പഠിപ്പിച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരോടും ഒരുപോലെ തനിക്ക് വാത്സല്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും അവസാനത്തെ ബാച്ചിനോട് ഒരു പ്രത്യേക വാത്സല്യം കൂടുതലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുണ്ടായി. ആ ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ് ജോസഫ്. ജോസഫിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യ എന്നും അദ്ദേഹം അന്ന് പറഞ്ഞതൊക്കെ എനിക്ക് വലിയ വലിയ അംഗീകാരമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹം എത്രമാത്രം എന്നോടുണ്ടായിരുന്നു എന്നും വെളിപ്പെടുത്തുന്ന സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ നവോദയ ആഘോഷത്തിൽ ഞങ്ങൾ MA ബാച്ച് ഒന്നിച്ചുകൂടി അദ്ദേഹത്തെ അനുമോദിക്കുകയും ഇനി ഒരു ശതാബ്ദി 100 വയസ്സ് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആശംസകളൊക്കെ നേർന്നപ്പോൾ അദ്ദേഹം തമാശ മട്ട് ചോദിച്ചു, ഞാൻ ഇനിയും ഈ ലോകത്ത് ജീവിച്ച് സങ്കടങ്ങൾ സഹിക്കണമെന്നാണ് ജോസഫ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സങ്കടങ്ങളായാലും ജീവിതാനുഭവങ്ങളല്ലേ, അതിനെ നേരെ കണ്ണടയ്ക്കൊന്നും വേണ്ട, പോരട്ടെ എന്നൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയല്ലേ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ച്, എന്നാൽ ജോസഫ് പറഞ്ഞ മാതിരി ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുണ്ടായി. ഈ അടുത്ത കാലം വരെ ഞാൻ വിചാരിച്ചു അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ 100 വയസ്സ് ദഹിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുകയാണ്. അത് വലിയ സങ്കടമാണ്. എന്നെ സംബന്ധിച്ചും എൻ്റെ അധ്യാപകരിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന് മാത്രമല്ല, എന്നെ കോളേജിൽ നിന്നൊക്കെ പിരിച്ചുവിട്ട സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും എന്നെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളത്തൊക്കെ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പല അധികാരികളോടും പ്രത്യേകിച്ച് എൻ്റെ സഭാധികാരികളോടൊക്കെ എന്നെ തിരിച്ചെടുക്കണമെന്ന് അദ്ദേഹം പല കുറി ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ പഠിക്കുന്ന കാലത്തും അതിന് ശേഷവും എനിക്ക് വേണ്ടിയിട്ട് എന്നോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടായിരുന്നു, അനുഗ്രഹാശിസുകളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആവാം ഞാനും ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ പല കാര്യങ്ങളിലും സാനുമാഷ് ഇടപെട്ടിട്ടുണ്ട്, നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. താങ്കളും ഇതുപോലെ തന്നെ ചില നിലപാടുകളിൽ ഉറച്ചു നിന്ന ആളാണ്. ആ ഒരു ശിഷ്യൻ എന്നുള്ള ആ ഒരു അനുഭവ സമ്പത്ത് തന്നെയാണ് അത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനൊക്കെ ഒരു പ്രേരണയായത്. അതെ, ഗുരുക്കന്മാരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ അല്പമെങ്കിലും ശിഷ്യർക്ക് കിട്ടുമല്ലോ. ഏതായാലും സാനുമാഷിൻ്റെ ഒരു വ്യക്തിത്വം നമ്മെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സാഹിത്യത്തിലായാലും ശരി, സാംസ്കാരിക രംഗത്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ ആ നിലപാട് എനിക്ക് വളരെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള സംഗതിയാണ്. സാഹിത്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ശ്വാസം പോലും വിടാതെ കേട്ട ആളുകളാണ്. അപ്പോൾ ഒന്നാമത് തന്നെ ക്ലാസ്സൊക്കെ എങ്ങനെ എടുക്കണം എന്നൊക്കെ, ഒരു അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ്സിൽ കുട്ടികളോട് ആശയവിനിമയം നടത്തേണ്ടത് എന്നൊക്കെ ഉള്ള പാഠങ്ങൾ പോലും ഞാൻ സാനുമാഷിൽ നിന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് എന്ന് അവർ പറയുമ്പോൾ ഞാൻ എൻ്റെ സാനുമാഷിനായിരുന്നു അപ്പോഴെല്ലാം ഓർത്തുകൊണ്ടിരുന്നത്. തീർച്ചയായും. എന്തായാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും ഒരു ഊർജ്ജം തന്നെയായിരുന്നു സാനുമാഷ് എന്നാണ് പ്രൊഫസർ ടി ജെ ജോസഫ് സാറും പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവർ സാനുമാഷിനെ കാണാൻ എത്തുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.